നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5, 2025 ചൊവ്വ. അങ്ങനെ നാളത്തെ മോണിറ്ററി പോളിസിയുടെ ഔട്ട്കമ്മിന് മുന്നോടിയായിട്ട് ഇന്നലത്തെ നേട്ടത്തിനു ശേഷം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന പുതിയ താരിഫ് ഭീഷണികളും അതിനെ തുടർന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലുണ്ടായ സെല്ലിംഗ് പ്രഷർ തുടങ്ങി പ്രധാനമായും 5 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമാക്കിയത്. എന്നാൽ അതേസമയം മറ്റ് പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് വലിയ ഒരു ഫോളിൽ നിന്നും ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുവാൻ സഹായകമായത്. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ചെറിയ ഒരു ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായിരുന്നത്. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു നിഫ്റ്റിയിലേക്ക് ഇന്നത്തെ ഡേ ഹൈ. അതിനുശേഷം 45 മിനിറ്റുകൾക്കുള്ളിൽ നിഫ്റ്റി ഇന്ന് അതിലെ ഡേ ലോ ടച്ച് ചെയ്യുകയുണ്ടായി. 24,590 എന്ന ലെവലിൽ നിഫ്റ്റി ഇന്ന് സപ്പോർട്ട് എടുക്കുന്ന കാഴ്ച ദൃശ്യമായി 10 മണിയോടുകൂടി. അതിനുശേഷം 24,591നും 24,640 എന്നീ റേഞ്ചുകൾക്കിടയിലുള്ള ഒരു കൺസോളിഡേഷനോട് കൂടിയ ട്രേഡിംഗ് റേഞ്ച് ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ ഭൂരിഭാഗം സമയത്തും ദൃശ്യമായതെങ്കിൽ കൂടിയിട്ടും ഉച്ചതിരിഞ്ഞ് 2:25 കൂടി നിഫ്റ്റി 24,650 എന്ന ലെവൽ മറികടക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 24,649 എന്ന ലെവലിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും 73 പോയിന്റുകളുടെ നഷ്ടം ഇന്ന് നിഫ്റ്റിയിൽ സംഭവിക്കുകയുണ്ടായി. അതേസമയം സെൻസെക്സിന് 308 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 259 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 80 പോയിന്റുകളുടെ നഷ്ടം ഇന്ന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്നും ഇന്ത്യ വിക്സിൽ നേരിയ ഉയർച്ച ദൃശ്യമായെങ്കിൽ കൂടിയിട്ടും ട്രേഡിംഗ് സെക്ഷന്റെ അവസാന ഘട്ടത്തില് ഇന്ത്യ വിക്സ് 2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 11.71 എന്ന നിലയില് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇൻഫോസിസ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ICIC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്ന കാഴ്ച ദൃശ്യമായപ്പോൾ ടൈറ്റാൻ കമ്പനി, മാരുതി സുസുക്കി, SBI ലൈഫ്, കോൾ ഇന്ത്യ, ഇൻഡുസിൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും കാണുവാൻ സാധിച്ചു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് ഓട്ടോ ഇൻഡെക്സിന് 0.5% നേട്ടം കൈവരിക്കാൻ സാധിച്ചപ്പോൾ IT, ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG, ഫാർമ തുടങ്ങിയ സെക്ടറുകളിൽ 0.5% ഇടിവും ദൃശ്യമായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും 0.5%-ലേറെ ഇടിവോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ നഷ്ടം നേരിടുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തൽഫലമായി ഇന്ന് 6 മാസത്തെ ഏറ്റവും ലോയിലേക്ക് ഇന്ത്യൻ രൂപ പതിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 15 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.80 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇനി നമുക്ക് വിശദമായി തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായ 5 ഘടകങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട് തന്നെ ഇന്ന് രാവിലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന താരിഫിന്റെ മുകളിലുള്ള വാണിംഗ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ താരിഫിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ്. സോ അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ നിക്ഷേപകരിലും മാർക്കറ്റിലും ആശങ്കയും ജാഗ്രതയും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. ഇന്ത്യ വിക്സിൽ അതിന്ന് റിഫ്ലക്ട് ആയില്ലെങ്കിൽ കൂടിയിട്ടും സോ ഈ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റിലെ നേട്ടത്തിനെയൊക്കെ വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ ഇടിവിന് പ്രധാനമായും പങ്കുവഹിച്ചത്. രണ്ടാമതായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു ഘടകമായി മാറിയത്. ഈ മാസത്തിലെ 2 ട്രേഡിംഗ് സെക്ഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് ക്യാഷ് മാർക്കറ്റിൽ മാറുന്ന കാഴ്ച ദൃശ്യമായത്. ഇന്നലെ വരെ മാത്രം 5,932 കോടി രൂപയിലേറെയാണ് ക്യാഷ് മാർക്കറ്റിൽ നിന്നും 2 ട്രേഡിംഗ് സെഷൻ കൊണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ല് ചെയ്ത് മാറുന്ന കാഴ്ച ദൃശ്യമായത്. മൂന്നാമതായിട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായ മറ്റൊരു ഘടകം. ഇന്ന് ഇന്ത്യൻ രൂപ നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ താരിഫിന് ഗണ്യമായ വർധനവിന്
നൽകുമെന്നുള്ള സൂചനകൾ വന്നതിനെ തുടർന്ന് ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ തകർന്ന് അടിയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 15 പൈസയുടെ നഷ്ടം നേരിടുകയുണ്ടായി. മാത്രമല്ല, മുൻപ് പറഞ്ഞ പോലെ തൽഫലമായി ഇന്ന് ഇന്ത്യൻ രൂപ അതിന്റെ 6 മന്ത് ലോ ടച്ച് ചെയ്യുകയുമുണ്ടായി. നാലാമതായിട്ട് ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളിലുണ്ടായ ഇടിവ് തന്നെയാണ്. താരിഫ് വർധനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന സൂചനകള് ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളെയും മോശമായി ബാധിക്കുകയുണ്ടായി. തൽഫലമായി ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് 1% ഇടിയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇൻഡെക്സിലെ 15 സ്റ്റോക്കുകളിൽ 12 സ്റ്റോക്കുകളും ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയും തൽഫലമായി ദൃശ്യമായി. അഞ്ചാമതായിട്ട് ഇത് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുള്ള കാരണം RBIയുടെ മോണിറ്ററി പോളിസിയുടെ ഔട്ട്കമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. ഇന്നലെ RBI മോണിറ്ററി പോളിസി തുടങ്ങുകയുണ്ടായി. ഇന്നലെയും ഇന്നും ആയിട്ട് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. നാളെ രാവിലെ 10 മണിയോട് കൂടിയിട്ട് മീറ്റിംഗിന്റെ ഔട്ട്കം പുറത്തു വരും. ഇന്ത്യൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6 വർഷത്തെ ഏറ്റവും ലോ ടച്ച് ചെയ്തെങ്കിൽ കൂടിയിട്ടും RBI ഗവർണറായ സഞ്ജീവ് മൽഹോത്രയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റുകൾ സൂചിപ്പിക്കുന്നത് RBI നിലവില് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ജാഗ്രതയോട് കൂടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്ന ഒരു സൂചന അദ്ദേഹം നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മാർക്കറ്റും നാളത്തെ മോണിറ്ററി പോളിസി മീറ്റിംഗിന്റെ ഔട്ട്കമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിൽ തന്നെയായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റും നിക്ഷേപകരും നാളത്തെ മോണിറ്ററി പോളിസിയുടെ ഔട്ട്കമ്മിങ്ങിന് വേണ്ടിയിട്ട് ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇന്ന് മാർക്കറ്റിലും നടത്തുകയുണ്ടായത്. സോ ഈ 5 കാരണങ്ങളാണ് നേരിയ നഷ്ടമാണെങ്കിൽ കൂടിയിട്ടും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായ 5 ഘടകങ്ങൾ. ഇനി നമുക്ക് വേഗത്തില് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വലിയ ഒരു ഫോളിൽ നിന്നും പിടിച്ചു നിർത്തുവാൻ സഹായിച്ച 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വരുന്ന തുടർച്ചയായ സപ്പോർട്ട് തന്നെയാണ്. ഈ മാസത്തെ 2 ട്രേഡിംഗ് സെക്ഷനിൽ 5932 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെൽ നടത്തിയപ്പോൾ 7573 കോടി രൂപയ്ക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തിക്കൊണ്ട് നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചകൾ ദൃശ്യമാണ്. സോ ഓരോ ദിനത്തിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ശക്തി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമാണ്. രണ്ടാമതായിട്ട് ഇന്ന് സെലക്ടഡ് സ്റ്റോക്കുകളിൽ ഉണ്ടായ തകർപ്പൻ പ്രകടനങ്ങൾ തന്നെയാണ് ഒരു പരിധി വരെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുകയുണ്ടായത്. എസ്പെഷ്യലി ഇൻഡുസിൻ ബാങ്ക്, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ്, അദാനി പോർട്സ്, സീമെൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. ഇന്ന് IPO ലിസ്റ്റിംഗിൽ ഉണ്ടായ സ്ട്രോങ് ഗെയിൻസ് തന്നെയാണ് മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് പിടിച്ചു നിർത്താൻ സഹായിച്ച മൂന്നാമത്തെ ഘടകമായിട്ട് മാറുകയുണ്ടായത്. ആദിത്യ ഇൻഫോടെക്കിന്റെയൊക്കെ IPO ഇന്ന് 50%-ലേറെ പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റിംഗ് രേഖപ്പെടുത്തിയത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്ക് പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 41 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒഴിച്ച് ലീഡിംഗ് ആയ ബാക്കി എല്ലാ ഏഷ്യൻ ഇൻഡസീസും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യൻ മാർക്കറ്റ്സിൽ പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിലവില് ഗ്ലോബൽ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റ്സിലും പോസിറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലൊക്കെ 1%-ലേറെ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ഗോൾഡിലും 0.5%-ലേറെ ഇടിവ് ദൃശ്യമാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് നെറ്റ് പ്രോഫിറ്റിൽ 70% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 108 കോടി രൂപയിൽ നിന്നും 184 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1281 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. അദാനി പോർട്സ് നെറ്റ് പ്രോഫിറ്റിൽ 6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 3113 കോടി രൂപയിൽ നിന്നും 3315 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തി. തത്സമയം റവന്യൂവില് 31% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. അലംബിക് ഫാർമ നെറ്റ് പ്രോഫിറ്റിൽ 15% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 135 കോടി രൂപയിൽ നിന്നും 154 കോടി രൂപയായി ഉയർന്നു.
റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1711 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എക്സൈഡ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ 24% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 220 കോടി രൂപയിൽ നിന്നും 273 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 4695 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആദിത്യ ഇൻഫോടെക് IPO ഇന്ന് NSEയിലും BSEയിലും 50% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. ഗോഡ്ഫ്രൈ ഫിലിപ്സ് Q1 ഏർണിംഗ്സ് ബെറ്ററായി വന്നതിനെ തുടർന്ന് സ്റ്റോക്ക് ഇന്ന് 10%-ലേറെ റാലി നടത്തിക്കൊണ്ട് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇൻഡസ് ഇൻ ബാങ്കിന്റെ MDയും CEOയുമായിട്ട് രാജീവ് ആനന്ദിന്റെ അപ്പോയിന്റ്മെന്റ് RBI അപ്രൂവൽ നൽകിയതിന്റെ ഫലമായിട്ട് സ്റ്റോക്കിൽ ഇന്ന് 5% റാലിയും ദൃശ്യമായിരുന്നു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.